وأقيموا الصلاة وآتوا الزكاة ولا تكونوا من المشركين. قال الله تعالى في قرآنه الكريم: ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب. صدق الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുത്തഖീങ്ങളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തി എടുക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സംഭവിച്ച തിന്മകൾ, തെറ്റുകൾ, ദൗർബല്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വിശുദ്ധ റമളാൻ മാസത്തിലേക്ക് അല്ലാഹു നാം ഏവരെയും എത്തിക്കുമാറാകട്ടെ. ഞാനിവിടെ ഓതിവച്ച ഖുർആൻ ആയത്ത് അതൊരു പ്രാർത്ഥനയാണ്. നമ്മളൊക്കെയും പലപ്പോഴായിട്ട് ഈ ഒരു പ്രാർത്ഥന നിർവഹിക്കാറുണ്ട്. സൂറ ബഖറയിലെ 200-201 ആയത്തുകളാണ്. 200-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് ഒരു വിഭാഗം മനുഷ്യരെ അള്ളാഹു ഉദാഹരിക്കുകയാണ്. റബ്ബന ആത്തിന ഫിദ്ദുനിയ, അവരെപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾക്ക് ഈ ദുനിയാവിൽ വിഭവങ്ങളൊക്കെ നൽകണമേ. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, പക്ഷെ അവർക്ക് പാരത്രിക ലോകത്തിൽ അള്ളാഹു വിഭവങ്ങൾ നൽകുന്നില്ല. കാരണം ദുനിയാവിന് വേണ്ടി മാത്രമാണ് അവരുടെ പ്രാർത്ഥന. പരലോകത്തെ അവഗണിച്ചുകൊണ്ട് ദുനിയാവിന് വേണ്ടി മാത്രം അവർ പ്രാർത്ഥിക്കുമ്പോൾ പാരത്രിക വിഭവങ്ങൾ അള്ളാഹു അവർക്ക് നൽകുന്നില്ല എന്നവിടെ പറയുന്നു. അതിൻ്റെ താഴെയാണ് ഞാനിവിടെ ഓതിവച്ച പ്രാർത്ഥന വരുന്നത്. 201-ാമത്തെ ആയത്തിൽ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വമിൻഹും, പക്ഷെ അവരിൽ മറ്റൊരു കൂട്ടരുണ്ട്, മയഖൂലു, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ദുനിയാവിൽ വിഭവങ്ങളൊക്കെ നൽകണമേ, വഫിൽ ആഖിറതി ഹസനതൻ, പാരത്രിക ലോകത്തിലും വിഭവങ്ങളൊക്കെ നൽകണമേ, വഖിനാ അദാബന്നാർ, നീ ഞങ്ങളെ നരകത്തെ തൊട്ട് കാത്തി രക്ഷിക്കണമേ. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കലാണ് ഈ പ്രാർത്ഥന. ഒന്ന്, ദുനിയാവിനെ സംബന്ധിച്ചാണ്. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവ് നമുക്ക് ഹസനത്തായിട്ട് മാറേണ്ടതുണ്ട്. മറ്റൊന്ന് പരലോകത്തെ സംബന്ധിച്ചാണ്, പാരത്രിക വിജയം. മറ്റൊന്ന് നരക വിമോചനവുമായി ബന്ധപ്പെട്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയാണ്, പ്രാർത്ഥനയാണ്. നമ്മളൊക്കെയും പഠിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ പുതിയ ഒരു വർഷത്തിലേക്ക് കടന്നു. കഴിഞ്ഞ ഒരു ഖുതുബയിൽ ഈ പുതുവർഷവുമായി ബന്ധപ്പെട്ട ഒരു തുടക്കം പറഞ്ഞിരുന്നു. വിശുദ്ധ റമളാനിനെ സ്വീകരിക്കാനും നമ്മൾ തയ്യാറായി നിൽക്കുന്നു. 2025 നമ്മെ വിട്ട് പിരിഞ്ഞു. 2026 നമ്മൾ എത്തി. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറേ ചിന്തകളും ആലോചനകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധ റമളാൻ മാസത്തെ വരവേൽക്കാൻ മനസ്സും ശരീരവും പാകപ്പെടുത്തി നമ്മൾ കാത്തിരിക്കുന്നു. ഈ പ്രത്യേക സന്ദർഭത്തിൽ ചില ആലോചനകൾ, ചില പുനർവിചാരണകൾ നമുക്ക് ആവശ്യമുണ്ട്. സാധാരണയായി നമ്മളൊക്കെ പറയും, എത്ര പെട്ടെന്നാണ് ഒരു കൊല്ലം നമ്മെ വിട്ട് പിരിഞ്ഞത്.
ഒരാഴ്ച തന്നെ, കഴിഞ്ഞ വെള്ളിയാഴ്ച എത്ര പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഇന്ന് രാവിലെ സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, എത്ര പെട്ടെന്നാണ് ഈ വെള്ളിയാഴ്ച കടന്നു വരുന്നത്, എത്ര പെട്ടെന്നാണ് ആഴ്ചകളൊക്കെ പോകുന്നത്. ആ സന്ദർഭത്തിൽ ഓർമ്മ വന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു വചനം അദ്ദേഹം പറയുകയുണ്ടായി, ലാ തഖൂമു സ്സാഅ ഹത്താ യതഖാറബു സമാൻ. അന്ത്യനാൾ അഥവാ ലോകാവസാനം വരികയില്ല. ആ ലോകാവസാനം കടന്നു വരുന്നതിൻ്റെ, അന്ത്യനാൾ കടന്നു വരുന്നതിൻ്റെ ഒരു അടയാളമാണ് കാലം ഇങ്ങനെ ചുരുങ്ങുന്നു. യതഖാറബു സമാൻ, കാലം ഇങ്ങനെ ചുരുങ്ങുന്നു. അത് ലോകാവസാനത്തിന്റെ, അന്ത്യനാളിന്റെ, ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തിയത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫതകൂന സന കശഹരി, ഒരു വർഷം എന്നത് ഒരു മാസം പോലെ അനുഭവപ്പെടും. വശഹ്റ, ഒരു മാസം എന്നത് കൽ ജുമഅ, ഒരു ആഴ്ച പോലെ അനുഭവപ്പെടും. വൽ ജുമഅത്തി, ഒരു ആഴ്ച എന്നത് കൽ യൗം, ഒരു ദിവസം പോലെ അനുഭവപ്പെടും. വൽ യൗമ, ഒരു ദിവസം എന്നത് കസ്സാഅത്തി, ഒരു മണിക്കൂർ പോലെ അനുഭവപ്പെടും. വസ്സാഅത്ത, ഒരു മണിക്കൂർ എന്നത് അദ്ദേഹം ഉദാഹരിച്ച് പറയുന്നു, അത് ഈത്തപ്പനയുടെ ഉണങ്ങിയ ഒരു ഇല കത്തിക്കുന്ന അത്രയും സമയം പോലെ അനുഭവപ്പെടും. വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മണിക്കൂർ എത്ര പെട്ടെന്നാണ് അത് പോയിത്തീരുക അതിനെ സംബന്ധിച്ചുകൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പൊ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, കാലം പോയിക്കൊണ്ടിരിക്കുന്നു, കൊല്ലങ്ങൾ കടന്നു പോകുന്നു, ദിവസങ്ങൾ കടന്നു പോകുന്നു, നമ്മൾ ഇങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു വളരെ പ്രസിദ്ധനായ ഒരു മലയാള കവി, അദ്ദേഹത്തിന്റെ ഒരു കവിത ഇപ്രകാരമുണ്ട്: കാലം ഇനിയും ഉരുളും, അതിൽ വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും, അപ്പോഴാരെന്തു മേതെന്നും ആർക്കറിയാം. കാലം പോയിക്കൊണ്ടിരിക്കുന്നു. കാലത്തിന്റെ ഈ കറക്കത്തെ, സമയത്തിന്റെ ഈ പോക്കിനെ വളരെ മനോഹരമായിട്ട് അദ്ദേഹം കവിതയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നു. അർത്ഥവത്തായ വരികളാണ്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, 4 കാര്യങ്ങൾക്ക് ഉത്തരം പറയാതെ, സമാധാനം പറയാതെ നമുക്ക് നമ്മുടെ കാൽപാദങ്ങളെ പാരത്രിക ലോകത്ത് മുന്നോട്ട് വയ്ക്കാൻ സാധ്യമല്ല. ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതമാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ യൗവനമാണ്. മൂന്നാമത്തെ കാര്യം നിങ്ങളുടെ സമ്പത്താണ്. നാലാമത്തെ കാര്യം നിങ്ങൾ ആർജിച്ച വിജ്ഞാനമാണ്. ഇതിനെക്കുറിച്ച് സമാധാനം പറയാതെ പാരത്രിക ലോകത്ത് കാലുകൾ എടുത്തു വയ്ക്കാൻ കഴിയില്ല. ജീവിതം എന്ന് പറയുമ്പോൾ സമയമാണ്. അള്ളാഹു നമുക്ക് തന്ന സമയം, അതാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തന്ന ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാലഘട്ടമാണ് യുവത്വം എന്ന് പറയുന്നത്. യൗവനം വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. ആ യുവത്വത്തെ സംബന്ധിച്ച് അള്ളാഹു നാളെ ചോദിക്കും, നീ എങ്ങനെയാണ് നിന്റെ യുവത്വത്തെ ചെലവഴിച്ചത്. അതേപോലെ തന്നെ അള്ളാഹു തന്ന മറ്റൊരു അനുഗ്രഹമാണ് സമ്പത്ത്. അതേപോലെ അള്ളാഹു തന്ന മറ്റൊരു അനുഗ്രഹമാണ് വിജ്ഞാനം. ഇതിനെ സംബന്ധിച്ച് സമാധാനം പറയാതെ നാളെ പാരത്രിക ലോകത്ത് കാലുകൾ എടുത്തു വയ്ക്കാനേ സാധ്യമാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിരിക്കുന്നു. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വളരെ പ്രസിദ്ധനായ ഖുർആൻ വ്യാഖ്യാതാവാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറുകളൊക്കെ നമുക്ക് ഇവിടെ വായിക്കാൻ കിട്ടും. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ സൂറത്തുൽ അസ്ർ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന അധ്യായത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ആ സൂറത്തിന്റെ തുടക്കം തന്നെ വൽ അസ്ർ എന്നാണ്, അഥവാ കാലമാണ് സത്യം. അപ്പൊ കാലത്തെ എടുത്ത് ആണയിട്ടുകൊണ്ടാണ് ഈ സൂറ ആരംഭിക്കുന്നത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്തിനായിരിക്കും അള്ളാഹു കാലത്തെ പിടിച്ച് ആണയിട്ടത്? അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക, അതിനൊരു വ്യാഖ്യാനം കണ്ടുപിടിക്കണം. അതിന്റെ വ്യാഖ്യാനം എന്താണ്? അങ്ങനെ തെരുവിലൂടെ ഞാൻ നടന്നപ്പോൾ ഒരു ഐസ് കച്ചവടക്കാരനെ കണ്ടു. ഈ ഐസ് കച്ചവടക്കാരൻ ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയുന്നു, മൂലധനം ഉരുകി ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട കച്ചവടക്കാരനോട് കരുണ കാണിക്കൂ. അതിങ്ങനെ അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂലധനം അഥവാ ക്യാപിറ്റൽ അതിങ്ങനെ ഉരുകി ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഐസ് കച്ചവടക്കാരനായ എന്നോട് നിങ്ങൾ കരുണ കാണിക്കൂ. അതിന്റെ അർത്ഥം എന്താ? എൻ്റെ കൈവശമുള്ള ഈ ഐസ്
ഈ ഒരു കാലഘട്ടമല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അതിനെ കൃത്യമായി സൂക്ഷിക്കാൻ വേണ്ട സംവിധാനം ആ കാലഘട്ടത്തിൽ ഇല്ല. അപ്പൊ ഈ മൂലധനം അഥവാ ഐസ് ഇങ്ങനെ ഉരുകി ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പേ നിങ്ങൾ മേടിച്ച് കഴിച്ചില്ലെങ്കിൽ എൻ്റെ മൂലധനമാണ് പാഴായി പോകുന്നത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട ഈ കച്ചവടക്കാരനോട് കരുണ കാണിക്കൂ എന്ന് ആ കച്ചവടക്കാരൻ വിളിച്ചു പറയുന്നത് കേട്ടപ്പോഴാണ് വൽ അസ്ർ എന്നതിൻ്റെ ആശയം, അതിൻ്റെ യുക്തി, അതിൻ്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ഒരു അതിൻ്റെ ആശയം എനിക്ക് ബോധ്യപ്പെട്ടത് എന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. കാരണം അള്ളാഹു നമുക്ക് തന്ന മൂലധനമാണ് സമയം. അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്പത്താണത്. ആ സമ്പത്ത് ഉരുകി ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അത് പോയി തീർന്നാൽ പിന്നെ തിരിച്ചു കിട്ടുകയില്ല. അതുകൊണ്ട് മൂലധനം സമ്പത്താണ്, മൂലധനം ഈ പറയുന്ന സമയമാണ്. ആ സമയത്തെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറയുന്ന ഒരു സൂറയാണ് സൂറത്തുൽ അസ്ർ എന്ന് എനിക്ക് അപ്പോഴാണ് ബോധ്യമായത് എന്ന് വളരെ പ്രഗത്ഭനായ ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി. അപ്പൊ സമയം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സമയം എന്ന് പറയുന്നത് ഏത് അനുഗ്രഹത്തെക്കാളും വളരെ ഗൗരവപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ്. ഇപ്പോ സാധാരണയായി നമ്മളൊക്കെ പറയും അനുഗ്രഹങ്ങളിൽ ഏറ്റക്കുറച്ചിലുണ്ട് എന്ന്. ശരിയാണ്, സൗന്ദര്യം എന്ന അനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെയല്ല. ആ സൗന്ദര്യത്തിൽ ഏറ്റക്കുറച്ചിലുണ്ട്. സമ്പത്ത് എന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെയല്ല, അതിൽ ഏറ്റക്കുറച്ചിലുണ്ട്. എല്ലാവർക്കും ഒരുപോലെ സമ്പത്തില്ല. അതേപോലെ ആരോഗ്യം എന്ന അള്ളാഹുവിന്റെ അനുഗ്രഹം, അതിലും ഏറ്റക്കുറച്ചിലുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യമില്ല. പക്ഷേ സമയം എന്ന അനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെയാണ്. 24 മണിക്കൂർ എല്ലാവർക്കും അള്ളാഹു നൽകിയിരിക്കുന്നു. അതിൽ ഒരു ഏറ്റക്കുറച്ചിലും അള്ളാഹു വച്ചിട്ടില്ല. അപ്പൊ സമയം എല്ലാവർക്കും ഒരുപോലെ. അതേപോലെ തന്നെ സമ്പത്താണെങ്കിൽ നഷ്ടപ്പെട്ടാൽ നമുക്കൊരു പക്ഷേ അത് വീണ്ടെടുക്കാൻ സാധിച്ചേക്കാം. നമ്മുടെ അധ്വാനം, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് ആ നഷ്ടപ്പെട്ട സമ്പത്ത് നമുക്ക് തിരിച്ച് വീണ്ടെടുക്കാൻ, നമ്മുടെ അധ്വാനത്തെ ഒന്നുകൂടി ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ നമുക്കത് തിരിച്ചു കിട്ടിയേക്കാം, ഒരു പക്ഷേ തിരിച്ചു കിട്ടിയേക്കാം. അതേപോലെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് പോഷകാഹാരങ്ങൾ കഴിച്ചോ അല്ലെങ്കിൽ ആരോഗ്യപരമായ മറ്റു കാര്യങ്ങളൊക്കെ നടത്തിയോ നമുക്ക് ഈ ആരോഗ്യത്തെയും ഒരു പക്ഷേ വീണ്ടെടുക്കാൻ സാധ്യമായേക്കാം. എന്നാൽ ഈ സമയം നഷ്ടപ്പെട്ടാലോ നമുക്കത് വീണ്ടെടുക്കാനായിട്ട് ഒരു മാർഗവും ഇല്ല. ഇതേപോലെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് വേണമെങ്കിൽ സൂക്ഷിച്ചു വയ്ക്കാം. എൻ്റെ കയ്യിൽ 100 രൂപയുണ്ട്, എനിക്കിത് 50 രൂപ മതി, ബാക്കി 50 രൂപ എനിക്ക് നാളേക്ക് വേണ്ടി മാറ്റിവെക്കാം. ഇങ്ങനെ ചില അനുഗ്രഹങ്ങളെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ സാധിക്കുന്നു. എന്നാൽ സമയത്തെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാനും സാധ്യമല്ല. എനിക്ക് ഇന്ന് 24 മണിക്കൂറിൽ എനിക്ക് 10 മണിക്കൂർ മതി, ബാക്കി 14 മണിക്കൂർ എനിക്ക് സൂക്ഷിച്ചു വയ്ക്കാം, സാധ്യമല്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയില്ല, വീണ്ടെടുക്കാൻ കഴിയില്ല. എല്ലാവർക്കും ഒരുപോലെ അങ്ങനെ നൽകപ്പെട്ട ഒരു അനുഗ്രഹമാണ് സമയം. അപ്പൊ ആ സമയത്തെ ഫലപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നാളെ പാരത്രിക ലോകത്തെ പടച്ചവന്റെ വിചാരണയ്ക്ക് നമ്മളൊക്കെയും ഇരയായി തീരും എന്നതാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. അതേപോലെ സൂറത്തുൽ അസ്ർ എന്ന അധ്യായത്തിന്റെ വ്യാഖ്യാനം, ഇതൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. പുതിയ ഒരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ, അതേപോലെ റമദാൻ മാസത്തെ വരവേൽക്കാനായിട്ട് കാത്തിരിക്കുമ്പോൾ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മെ തന്നെ ഒന്ന് വിചാരണ ചെയ്യലാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വളരെ പ്രസിദ്ധമാണല്ലോ, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചാരണ ചെയ്യണം. നിങ്ങൾ വിചാരണയ്ക്ക് വിധേയരാകുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ വിചാരണ ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിചാരണ ചെയ്യണം എന്നത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വളരെ പ്രസിദ്ധമായ ഒരു വാചകമാണ്. അപ്പൊ ആത്മവിചാരണ, ഞാൻ എന്നെ തന്നെ ഒന്ന് പരിശോധിക്കുക. എനിക്ക് എവിടെയാണ് മാറ്റം ആവശ്യമായിട്ട് വരേണ്ടത്? എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പാളിച്ചകളാണ് സംഭവിച്ചത്? ആ പാളിച്ചകളെ കണ്ടെത്തുകയും അതിനെ ചികിത്സിക്കുകയും എന്നിട്ട് ഈ പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുകയും ചെയ്യുക. അതേപോലെ തന്നെ റമദാൻ മാസത്തിലേക്ക് വേണ്ട മുന്നൊരുക്കം നടത്തുകയും ചെയ്യുക. മഹാന്മാരായ സഹാബിമാർ
നമ്മൾ അവരെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ 6 മാസം മുമ്പ് തന്നെ റമദാൻ മാസത്തിന് വേണ്ടി അവർ ഒരുങ്ങിയിരുന്നു. ആ ഒരുക്കം 2 രൂപത്തിലാണ്. ഒന്ന് പ്രാർത്ഥന കൊണ്ട്, 2 ശരീരത്തെയും മനസ്സിനെയും ക്രമപ്പെടുത്തി ശുദ്ധീകരിച്ച് ഒരു ആത്മശുദ്ധി നേടിയെടുത്ത്, അങ്ങനെ ഇവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറിച്ചൊന്ന് പഠിച്ച് വിലയിരുത്തി എന്തൊക്കെയാണ് തിരുത്തേണ്ടത്, എന്തൊക്കെ മാറ്റമാണ് തനിക്ക് വേണ്ടത് എന്ന് പഠിച്ച് സഹാബിമാർ നടത്തിയ പ്രാർത്ഥന ചരിത്ര ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹുമ്മ സല്ലിംനി ഇലാ റമളാൻ വസല്ലിം ലീ റമളാൻ. അല്ലാഹുവേ, റമളാൻ മാസത്തെ എന്നിലേക്ക് ഏൽപ്പിച്ച് നൽകണമേ, എന്നെ റമളാൻ മാസത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണമേ. 6 മാസക്കാലം അഥവാ റമളാൻ മാസത്തിന് 6 മാസം മുമ്പ് തന്നെ അവർ പ്രാർത്ഥനകളൊക്കെ നടത്തിയിരുന്നു. റമളാൻ മാസം കഴിഞ്ഞാലോ, റമളാൻ മാസം കഴിഞ്ഞാൽ അവർ നടത്തിയിരുന്ന പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്ന സ്വലാത്തന വസിയാമന വറുകൂഅന വസുജൂദന, അങ്ങനെയുള്ള പ്രാർത്ഥനകൾ. അതായത് റമളാൻ മാസത്തിൽ ചെയ്ത അമലുകൾ സ്വീകരിക്കണമേ എന്ന് 6 മാസക്കാലം. അപ്പൊ ഏതാണ്ട് 12 മാസക്കാലവും ഇവരുടെ ഹൃദയത്തിൽ ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം ഉണ്ടായിരുന്നു എന്നർത്ഥം. അപ്പൊ റമളാനിന് വേണ്ടിയുള്ള ഒരുക്കം നടത്തേണ്ടത് ജീവിതത്തെ ഒന്ന് പഠിച്ചുകൊണ്ടാണ്, നമ്മെ കുറിച്ചൊന്ന് ചിന്തിച്ചുകൊണ്ടാണ്, നമ്മെ കുറിച്ചൊന്ന് ആലോചിച്ചുകൊണ്ടാണ്, നമ്മിൽ വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റി ഒന്ന് പഠിച്ചുകൊണ്ടാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അതേപോലെ സ്വഹാബിമാർക്കിടയിൽ നടന്ന ഒരു വർത്തമാനമായി സലഫു സ്വാലിഹീങ്ങൾ എപ്പോഴും കാണുമ്പോൾ പരസ്പരം പറഞ്ഞിരുന്ന ഒരു വാചകമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. മൻ ഇസ്തവാ യൗമാഹു ഫഹുവ മഅബൂൻ. ഒരു ചെറിയ വാക്കാണ്, പക്ഷെ അതിന്റെ അർത്ഥം എന്താ? മൻ ഇസ്തവാ യൗമാഹു ഫഹുവ മഅബൂൻ. ഒരാളുടെ ഇന്നലെയും ഇന്നും ഒരുപോലെയാണെങ്കിൽ അവൻ നഷ്ടത്തിലാകുന്നു. ഒരുവന്റെ ഇന്നലെയും ഇന്നും ഒരുപോലെയാണെങ്കിൽ ഫഹുവ മഅബൂൻ, അവൻ നഷ്ടത്തിലാകുന്നു. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? എൻ്റെ ഇന്നലെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെയാണ് ഇന്ന്. ഇന്നലെ ഞാൻ എഴുന്നേറ്റു, എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്നും ഞാൻ എഴുന്നേറ്റു, എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്തു. രാത്രിയായി, ഞാൻ കിടന്നുറങ്ങി. നാളെയും ഞാൻ എഴുന്നേൽക്കുന്നു. എൻ്റെ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മാറ്റമില്ല, ഒരു വ്യത്യാസമില്ല, ഒരു ചേഞ്ചില്ല. അങ്ങനെയാണെങ്കിൽ ഫഹുവ മഅബൂൻ, അവൻ നഷ്ടത്തിലാകുന്നു. ഇത് സലഫ് സ്വാലിഹീങ്ങൾ പരസ്പരം കാണുമ്പോൾ അവരിങ്ങനെ പരസ്പരം പറയാറുള്ള ഒരു വാചകമായിട്ട് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പൊ അതിന്റെ ആശയം എന്താ? എൻ്റെ ഇന്നലെ അതുപോലെയല്ല എൻ്റെ ഇന്ന്. ഒരു ചെറിയ മാറ്റം. ആ മാറ്റം എങ്ങനെയായിരിക്കണം? അത് പല രൂപത്തിലാകാം. ഒന്നുകിൽ ഒരു പുതിയ അറിവ് പഠിച്ചുകൊണ്ടാകാം. ഇന്നത്തെ പ്രഭാതത്തിൽ ഞാൻ പുതിയ ഒരു കാര്യം പഠിച്ചു. എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തേണ്ട ചില മോശപ്പെട്ട സംഗതികളുണ്ടെങ്കിൽ അതിനെ തിരുത്തിക്കൊണ്ടാകാം. അപ്പോൾ ഇന്നലെ ഇന്ന് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു വ്യത്യാസമുണ്ടാകണം. ആ വ്യത്യാസം നമുക്കങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ സാധ്യമാണോ? സഹാബിമാരെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ ഈ വാചകവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ സഹാബിമാരിലേക്ക് ചെല്ലുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന കുറേ കാര്യങ്ങളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് ഇസ്ലാമിൻ്റെ പ്രബോധനം ആരംഭിച്ച ആ സന്ദർഭത്തിൽ മക്ക നിവാസികളുടെ അവസ്ഥ എന്തായിരുന്നു? അവര് വളരെ മോശപ്പെട്ട മൃഗതുല്യരായി ജീവിച്ചുകൊണ്ടിരുന്നവരാണ്. സംസ്കാരം എന്താണെന്ന് അവർക്കറിയില്ലായിരുന്നു. ഒട്ടകത്തിന്റെ കയറ് പിടിക്കാൻ മാത്രമേ അവർക്കറിയൂ, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും അവർക്കറിയില്ല. യുദ്ധക്കൊതിയന്മാരായ, മദ്യത്തിനും അതേപോലെ മോശപ്പെട്ട കാര്യങ്ങൾക്കും അടിമകളായ ഒരു ജനസമൂഹം. ആ ജനസമൂഹത്തിലേക്കാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയത്. എന്നിട്ട് 23 വർഷം കൊണ്ട് അദ്ദേഹം നിർവഹിച്ച ഡ്യൂട്ടി, അദ്ദേഹം നിർവഹിച്ച പണി എന്താണ്? ഒരു സമൂഹത്തെ അദ്ദേഹം വാർത്തെടുത്തു, ഒരു സമൂഹത്തെ അദ്ദേഹം നിർമ്മിച്ചെടുത്തു. ആ സമൂഹത്തിന്റെ പ്രത്യേകത എന്താ? ഒട്ടകത്തിന്റെ കയറി പിടിക്കാൻ മാത്രം അറിയുന്ന, വളരെ മോശപ്പെട്ട ജീവിതം നയിച്ചിരുന്ന ഒരു ജനസമൂഹത്തെ അദ്ദേഹം വാർത്തെടുത്ത് ലോകത്തിന്റെ നേതാക്കളാക്കി മാറ്റി. ശത്രുക്കൾ വരെ ആ ജനസമൂഹത്തെ നോക്കിയിട്ട് പറഞ്ഞു,
മാലാഖമാരെ പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. അഥവാ ഇസ്ലാമിനോട്, മുസ്ലിങ്ങളോട് അവർക്ക് ശത്രുതയുണ്ട്, ഇസ്ലാമിനെ അവർ എതിർക്കുന്നു, ഇസ്ലാമിൻ്റെ പരാജയം അവർ ആഗ്രഹിക്കുന്നു. എന്നാലും മുസ്ലിങ്ങളുടെ ജീവിതം കണ്ടപ്പോൾ കൃത്യനിഷ്ഠയുള്ള ജീവിതം, സമയനിഷ്ഠ പാലിച്ചുള്ള പരിശുദ്ധമായ ഒരു ജീവിത ശൈലി അവർ കണ്ടപ്പോൾ അവർ പറഞ്ഞുപോയി, ഇത് മാലാഖമാരെ പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു, ഇങ്ങനെയുള്ള മനുഷ്യരെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ശത്രുക്കൾ വരെ അവരെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ഇതൊക്കെ ചരിത്രത്തിൽ കൃത്യമായി രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈ മാറ്റം സംഭവിച്ചു? അത് വെറുതെ ഉണ്ടായ മാറ്റമല്ല. ഈ പറഞ്ഞ വാചകം പോലെ ഇന്നലെയല്ല എൻ്റെ ഇന്ന്, ഇന്നല്ല എൻ്റെ നാളെ, നാളെയല്ല എൻ്റെ മറ്റന്നാൾ, എൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ സംഭവിക്കുകയാണ്, പുതിയ പുതിയ മാറ്റങ്ങൾ വരികയാണ്, പുതിയ പുതിയ ചേഞ്ചുകൾ വരികയാണ്. എന്നിൽ ഒരു പുതിയ അറിവ്, ഒരു പുതിയ കഴിവ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണ്. ആ ചേഞ്ചാണ്, ആ മാറ്റമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിൽ കൊണ്ടുവന്നത്. ആ മാറ്റത്തിലൂടെയാണ് ഈ പറയുന്ന വെറും ഒരു കച്ചവടക്കാരൻ മാത്രമായിരുന്ന, ഒരു ബിസിനസ് അതുമായി ബന്ധപ്പെട്ട് മാത്രം അറിവുണ്ടായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രാഷ്ട്രം ഭരിക്കാനുള്ള അഥവാ ഭരണാധികാരി എന്ന ഒരു പുതിയ കഴിവ് ആർജിക്കുന്നു. ഇതേപോലെ കച്ചവടക്കാരനായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പത്തിൽ രാഷ്ട്രം ഭരിക്കാനോ രാഷ്ട്രത്തെ നിയന്ത്രിക്കാനോ രാഷ്ട്രീയമോ ഒന്നും അറിയാത്ത ഉമർ റളിയല്ലാഹു അൻഹു രാഷ്ട്രത്തെ എങ്ങനെ ഭരിക്കാം, എന്താണ് രാഷ്ട്രീയം, അതിനെക്കുറിച്ച് പഠിക്കുകയും ആ കാലഘട്ടത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ട് അദ്ദേഹം മാറുകയും ചെയ്യുന്നു. ഇതേപോലെ ഓരോ ഗവർണർമാർ നമ്മൾ അവരെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ അവരൊക്കെ സാധാരണക്കാരായിരുന്നു. ഒട്ടകത്തെ മേച്ച് നടന്നവർ, ആടുകളെ മേച്ച് നടന്നവർ, അവരൊക്കെ വലിയ പ്രഭാഷകരായിട്ട് മാറുന്നു. ഒരറിവില്ലാത്ത, അറബി ഭാഷയല്ലാത്ത മറ്റൊരു ഭാഷയും അറിയാത്തവർ വ്യത്യസ്ത ഭാഷകൾ പഠിക്കുന്നു. ആ കാലഘട്ടത്തിലെ വ്യത്യസ്ത ഭാഷകൾ, പേർഷ്യൻ ഭാഷ പഠിക്കുന്നു. ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട അറബി ഭാഷയ്ക്ക് പുറമെ വേറെയും ഭാഷകൾ പഠിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പ്രബോധകരായിട്ട് അവർ കടന്നു ചെല്ലുന്നു. സുറിയാനി ഭാഷ പഠിക്കുന്നു, അരാമിക് പഠിക്കുന്നു, അതേപോലെ പേർഷ്യൻ ഭാഷ പഠിക്കുന്നു. എന്തിനാണ് പഠിച്ചത്? അള്ളാഹുവിന്റെ ദീൻ പ്രബോധനം ചെയ്യണം. അത് വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലുന്നു, വ്യത്യസ്ത ഭാഷകൾ പഠിക്കുന്നു, വ്യത്യസ്ത കിതാബുകൾ പഠിക്കുന്നു, അറിവിന്റെ ലോകത്തേക്ക് അവർ പ്രവേശിക്കുന്നു. എത്ര വമ്പിച്ച മാറ്റമാണ് നമ്മൾ കാണുന്നത്. അവരാരായിരുന്നു? ആദ്യം ഒട്ടകത്തിന്റെ പുറകെ നടക്കാൻ മാത്രം അറിയുന്നവർ, ആടുകളെ മേച്ച് നടക്കാൻ മാത്രം അറിയുന്നവർ. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും അറിയുമായിരുന്നില്ല. തിന്നുക, കുടിക്കുക, ഉറങ്ങുക, അതേപോലെ ഭോഗിക്കുക, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയോ മറ്റൊരു ജീവിത സംസ്കാരമോ അവർക്കുണ്ടായിരുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യരാണ് അറിവിന്റെ അതേപോലെ ഉന്നതിയുടെ നിലവാരത്തിന്റെ ലോകത്തേക്ക് കടന്നു വരുന്നത്. ആ മാറ്റം ഇന്നത്തെ മുസ്ലിം ലോകത്ത് നമ്മൾ കാണുന്നില്ല. ഇന്ന് നമ്മളിപ്പോൾ നമ്മളെക്കുറിച്ച് മാത്രം ആലോചിക്കുമ്പോൾ നമ്മൾ എവിടെയും എത്തിയിട്ടില്ല. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇപ്പൊ റമദാൻ മാസം കടന്നു വരികയാണല്ലോ. ഈ റമദാൻ മാസം എന്നത് ഖുർആനിന്റെ മാസമാണ്. ഖുർആനാണ് ഈ മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ വേദഗ്രന്ഥം ഇറക്കി കൊടുക്കാൻ ആരംഭിച്ച ആ ദിവസം, അതാണ് ഈ റമദാൻ മാസത്തിന്റെ പ്രത്യേകത. അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അല്ലാഹു എനിക്ക് തന്ന സാൻമാർഗിക ഗ്രന്ഥം, അതിനെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കുക എന്നതാണ് നോമ്പിന്റെ ലക്ഷ്യമായിട്ട് ഖുർആൻ തന്നെ പറയുന്നത്. മറ്റ് അനേകം ലക്ഷ്യങ്ങളും ഒക്കെ നോമ്പിനുണ്ടാകാം. പക്ഷേ വിശുദ്ധ ഖുർആനിൽ നോമ്പിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമായി പറയുന്നത് നന്ദി പ്രകാശിപ്പിക്കലാണ്. എന്തിനുള്ള നന്ദി? അള്ളാഹു എനിക്ക് സന്മാർഗം കാണിച്ചു തന്നു, ഹിദായത്ത് അഥവാ വിശുദ്ധ ഖുർആൻ എനിക്ക് സമ്മാനിച്ചു, അതിനുള്ള നന്ദി പ്രകാശിപ്പിക്കലാണ് നോമ്പ്. അപ്പൊ റമദാൻ മാസം എന്നത് ഖുർആനിന്റെ മാസമാണ്. ഈ വിശുദ്ധ ഖുർആൻ ഏത് രൂപത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? ഖുർആനുമായി ബന്ധപ്പെട്ട് മാത്രം മുസ്ലിങ്ങളായ നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ എവിടെ നിൽക്കുന്നു? ഇപ്പോഴും നമ്മൾ LKG ആ ഒരു കുട്ടികളുടെ നിലവാരത്തിൽ മാത്രമാണ് ഖുർആനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. തജ്വീദോടുകൂടി ഭംഗിയായിട്ട് അതൊന്ന് പാരായണം ചെയ്യാൻ നമുക്ക് എത്ര പേർക്കറിയാം? തെറ്റുകൂടാതെ
സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ തജ്വീദോടുകൂടി ഭംഗിയായി മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നീ രാത്രി കുറച്ചുറങ്ങിയാൽ മതി, ബാക്കിയുള്ള സമയമൊക്കെ നീ എഴുന്നേറ്റ് നമസ്കരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അല്ലാഹു ചേർത്ത് പറഞ്ഞ ഒരു കാര്യമാണ് വറദ്ദിലിൽ ഖുർആന തർത്തീല. നീ നിർത്തി സാവകാശം അർത്ഥം ഗ്രഹിച്ച് മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ് പറഞ്ഞത്. അപ്പൊ ആ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഗ്രന്ഥം നിർത്തി സാവകാശം അർത്ഥം ഗ്രഹിച്ച് അങ്ങനെ പാരായണം ചെയ്യണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരായണത്തെ സംബന്ധിച്ച് ഹദീസ് ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നു, ചില ആയത്തുകൾ പ്രവാചകൻ പല പ്രാവശ്യം ആവർത്തിച്ച് ഓതുമായിരുന്നു. എന്തിനാണ്? അതിന്റെ അർത്ഥം അങ്ങനെയാണ്. അത് മനസ്സിൽ തട്ടിയിട്ട് ഇങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക, ആവർത്തിച്ച് ഓതുക, അതിന്റെ ആശയം ഗ്രഹിച്ച് അതിന്റെ അർത്ഥം ഗ്രഹിച്ച് ഒരു അന്വേഷണ മനസ്സോടുകൂടി ഇത് എന്തിനല്ല പറഞ്ഞു, അതിന്റെ യുക്തി എന്ത്, അതിന്റെ സാഹചര്യം ഏത്, അതിന്റെ സന്ദർഭം എന്ത്, അതൊക്കെ ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുക. അതാണ് തർത്തീൽ എന്ന വാക്കിന്റെ അർത്ഥം. സാവകാശത്തിൽ അർത്ഥം ഗ്രഹിച്ച് മനസ്സിലാക്കി. ആ ഒരു ആയത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു അവതരണ പശ്ചാത്തലം, അതുമായി ചരിത്രപരമായ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാകും, ഒരു ചരിത്രമുണ്ടാകും. ആ ചരിത്രം, അതിന്റെ പശ്ചാത്തലം ഒക്കെ ഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥം നിങ്ങൾ പാരായണം ചെയ്യുക എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മുടെ ഖുർആൻ പാരായണം എങ്ങനെയാണ്? നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നു, സൂറത്തുൽ കഹ്ഫ് ഒരു പ്രാവശ്യം ഓതുന്നു. എന്തല്ല പറഞ്ഞു എനിക്കറിയില്ല. ആ കഹ്ഫിന്റെ യാഥാർത്ഥ്യം എന്തിന് വെള്ളിയാഴ്ച ഓതാൻ പറഞ്ഞു? ഞാൻ പഠിച്ചിട്ടില്ല. 19 കൊല്ലം മുമ്പേ ഞാൻ പഠിച്ചിട്ടില്ല, ഇപ്പോഴും ഞാൻ പഠിച്ചിട്ടില്ല. അള്ളാഹു എനിക്ക് തന്ന സമയത്തിൽ ഒരു സമയം പോലും അതൊന്ന് പഠിക്കാനായി ഞാൻ മാറ്റിവെച്ചിട്ടില്ല. 2025 ഞാൻ എങ്ങനെയാണോ സൂറത്തുൽ കഹ്ഫ് ഓതിയത് അതേപോലെ തന്നെ ഇപ്പോഴും കഹ്ഫ് ഓതുന്നു. 2022 ഞാൻ എങ്ങനെയാണോ കഹ്ഫ് ഓതിയത് അതേപോലെ ഇപ്പോഴും ഓതുന്നു. 2016 ഞാൻ എങ്ങനെയാണോ സൂറത്ത് യാസീൻ ഓതിയത് അങ്ങനെ തന്നെ ഇപ്പോഴും ഓതുന്നു. എനിക്കതിന്റെ അർത്ഥം അറിയില്ല, എനിക്കതിന്റെ ആശയം അറിയില്ല, എനിക്കതിന്റെ തജ്വീദ് അറിയില്ല എന്ന് നമ്മൾ ആരോടാണ് പറയുന്നത്? അറിയില്ല എന്ന വാക്ക് ഒരു സത്യവിശ്വാസിക്ക് പറയാൻ കഴിയുമോ? അറിയണം എന്ന് അല്ല പറയുമ്പോ, വായിക്കണമെന്ന് പടച്ചോൻ പറയുമ്പോ, പഠനമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ചിന്തയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ, വിശുദ്ധ ഖുർആൻ പരിശോധിക്കുകയാണെങ്കിൽ എത്ര പ്രാവശ്യം ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ പഠനം അല്ലെങ്കിൽ അറിവ് സമ്പാദിക്കുന്നില്ല? അത് പ്രവാചകന്റെ വചനങ്ങൾ വേറെയുമുണ്ട്. നിരന്തരമായി അല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഖുർആൻ വായിച്ചു പോകുമ്പോൾ നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഫലാ യഅലമൂൻ അഫലാ യഖിലൂൻ അഫലാ യതഫക്കറൂൻ അഫലാ യതദബ്ബറൂൻ. നിന്റെയൊക്കെ അർത്ഥം എന്താ നിങ്ങൾ പഠിക്കാത്തത്? എന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? എന്താ നിങ്ങൾ ഗ്രഹിക്കാത്തത്? ഇത് നിരന്തരമായി അല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരം വെളുത്തു, എൻ്റെ ജീവിതം അങ്ങനെ തിന്നു കുടിച്ചു ഉറങ്ങി, അതിൻ്റെ ഇടയിൽ കുറെ നിസ്കരിച്ചു പ്രാർത്ഥിച്ചു, അതിനപ്പുറത്തേക്ക് പുതിയതായിട്ട് ഏതൊരു കഴിവിനെ ഞാൻ വളർത്തിയെടുത്തു ഉറങ്ങുന്ന സമയത്ത്, ഈ ദിവസം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു സ്കിൽ, ഒരു കഴിവ് നമുക്കങ്ങനെ ചിന്തിക്കാനോ പറയാനോ സാധ്യമായിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, എൻ്റെ മുമ്പിലുള്ള യുവാക്കളായ ചെറുപ്പക്കാരായ ആളുകളെ, നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ. റമദാൻ മാസത്തിന് മുമ്പായി ഒരു തീരുമാനമെടുക്കണം. ആ തീരുമാനം എടുത്ത് തന്നെ വിശുദ്ധ റമദാനെ സ്വീകരിക്കണം. തീരുമാനം എന്താണ്? ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു പുതിയ കാര്യം ചെയ്തിരിക്കും, ഒരു പുതിയ അറിവ്, അല്ലെങ്കിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്താണോ ഒരു പുതിയത്, ഒരു ചേഞ്ച് ഞാൻ വരുത്തിയിരിക്കും. 24 മണിക്കൂർ കിട്ടിയിട്ട് ഒരു ചേഞ്ചും വരുത്താതെ ഞാൻ ഉറങ്ങാൻ പോവുകയില്ല. സമയത്തെ നമ്മൾ ഇങ്ങനെ പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമ്മുടെ ഡിവൈസ്, നമ്മുടെ മൊബൈൽ ഫോൺ, അത് ഒരു വില്ലനായി ആ ഒരു വിഷയത്തിൽ മാറുന്നുണ്ട്. രാത്രി ഒരുപാട് വൈകി കിടന്നുറങ്ങുക, റീൽസുകൾ കാണുക, സമയം ഇങ്ങനെ പാഴാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ആയത്തും ഹദീസും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഐസ് കച്ചവടക്കാരൻ പറഞ്ഞല്ലോ, എൻ്റെ കയ്യിൽ ഉരുകി ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന മൂലധനം, ഇത് എന്നോട് കരുണ കാണിക്കൂ എന്ന് പറഞ്ഞ പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയം അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണയ്ക്ക് വിധേയമാക്കപ്പെടും. അപ്പോ രാത്രി ഒരുപാട് വൈകി ഉറങ്ങൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം എന്ന് പറയുന്നു, എന്താണ്? വജഅൽന ലൈല ലിബാസ,
രാത്രി നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടിയാണ്. വജഅൽന നഹാറ മആശ, പകല് പണിയെടുക്കാൻ വേണ്ടിയാണ്. രാത്രി ഉറങ്ങാൻ വേണ്ടിയാണ്, വിശ്രമത്തിന് വേണ്ടിയാണ്. 10 മണിക്ക് ശേഷവും രാത്രി ഇങ്ങനെ റീൽസ് കണ്ടും ആ ഒരു ഡിവൈസുമായി ബന്ധപ്പെട്ടും കുത്തിയിരിക്കുന്നവർ, അത് തൊഴിൽപരമായ കാര്യങ്ങൾ, അത് വേറെ ചർച്ചയാണ്. വെറുതെ വിനോദത്തിന് വേണ്ടി, സമയം കളയാൻ വേണ്ടി അതിങ്ങനെ കാണുമ്പോ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും. എൻ്റെ റബ്ബ് എനിക്ക് തന്ന, എൻ്റെ ശരീരത്തിന് അനുവദിച്ച വിശ്രമത്തിന്റെ സമയമാണിത്. ആ വിശ്രമത്തിന്റെ സമയത്ത് ഞാൻ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അത് ഇസ്ലാമിന് വിരുദ്ധമാണ്. അത് ഇസ്ലാമികമായ ദൈവകൽപ്പനയ്ക്ക്, പടച്ചവന്റെ നിർദ്ദേശങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക, എപ്പോഴെങ്കിലും ഉറങ്ങുക, എപ്പോഴെങ്കിലും എഴുന്നേൽക്കുക. സത്യവിശ്വാസി അങ്ങനെയല്ല. ഒരു സത്യവിശ്വാസിക്ക് ഒരു ക്രമമുണ്ട്, ചിട്ടയുണ്ട്. 10 മണിക്ക് മുമ്പേ ഞാൻ ഉറങ്ങും, ഒരു 4 മണിക്ക് ഞാൻ എഴുന്നേൽക്കും, എനിക്കൊരു തഹജ്ജുദുണ്ട്, ആ സമയത്ത് ഒരു വിശുദ്ധ ഖുർആന്റെ പാരായണമുണ്ട്, ആ സമയത്തുള്ള ആ പ്രഭാതത്തിലെ വിശുദ്ധ ഖുർആൻ പാരായണം നാളെ പടച്ചവന്റെ കോടതിയിൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും. എത്ര നല്ല സമയമാണ് പ്രഭാതം. ആ സമയത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നവരെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടേയുള്ളൂ. അവരുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കാതിരിക്കട്ടെ. പ്രഭാതത്തെ നഷ്ടപ്പെടുത്തുന്നവർക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കാതിരിക്കട്ടെ. ഈ പ്രാർത്ഥന ആരുടേത്? നമ്മുടെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. അത്രയ്ക്ക് അനുഗ്രഹീതമായ വിലപ്പെട്ട സമയമാണ് പ്രഭാതത്തിലെ സമയം. ആ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. പകല് പണിയെടുത്ത് അധ്വാനിക്കുക, സമ്പാദിക്കുക, അവിടെയും അള്ളാഹുവിന്റെ നിയമത്തെ കൊണ്ടുവരിക. രാത്രി വിശ്രമിക്കുക. അതിന്റെ ഇടയിൽ കിട്ടുന്ന സമയം ഉപയോഗപ്പെടുത്തി അറിവുകൾ സമ്പാദിക്കുക, പുതിയ പുതിയ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കുക, പുതിയ ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് വളർച്ചയുണ്ടാവുകയുള്ളൂ. നമ്മുടെ ഇടയിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ ഒക്കെ പുതിയ പുതിയ ഒരു അനുഭവങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, പറഞ്ഞു വന്നതിന്റെ അർത്ഥം, വീണ്ടും ഒരു റമദാൻ നമുക്ക് ലഭിക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് ആ റമദാൻ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, അവിടെ ആ റമദാനിൽ കൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്കൊരു ചേഞ്ച് വരുത്തണം, ഒരു മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റം ഉണ്ടാക്കാനായി ഇപ്പോൾ റജബ് മാസം ഏതാണ്ട് കഴിയുന്നു. ഇനിയിപ്പോൾ ഷഅബാൻ മാസത്തിലേക്ക് വരുന്നു. ഈ മാസത്തെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് പുതിയ ആലോചനകളും ചിന്തകളും ഒക്കെ കൊണ്ടുവരേണ്ടത്. എന്തൊക്കെ പരിവർത്തനങ്ങൾ എനിക്ക് ആവശ്യമുണ്ട്? സ്വന്തമായിട്ട് ചിന്തിക്കുക, മാറ്റം വരുത്തുക, പശ്ചാത്തപിച്ച് മടങ്ങുക. വിശുദ്ധ റമദാനിനെ സന്തോഷത്തോടെ, തുറന്ന മനസ്സോടെ, ഹൃദ്യമായിട്ട് സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. പടച്ച തമ്പുരാൻ അതിനുള്ള എല്ലാ ബറക്കത്തും എല്ലാ അനുഗ്രഹവും നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ദുശ്ശീലങ്ങളെ, വേണ്ടാത്ത ചിന്തകളെ, നമ്മുടെ ജീവിത ശൈലികളെ മാറ്റിക്കൊണ്ടുവരാൻ പടച്ചവൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു